നമസ്കാരം. ഏറെ കേൾക്കുന്ന ഒരു സംഘർഷമാണ് അമേരിക്ക ഇറാൻ സംഘർഷം. പക്ഷേ ഇറാൻ്റെ തൊട്ടടുത്ത രാജ്യമായ ഇറാഖ് മുൻകാലങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. അത് അമേരിക്കക്കെതിരെ ഏറ്റവും ശക്തമായി പോരാട്ടം നയിച്ചിരുന്നത് മുൻകാലങ്ങളിൽ അറബ് ലോകത്ത് നിന്നുകൊണ്ട് പോരാട്ടം നയിച്ചിരുന്നത് സദ്ദാം ഹുസൈനാണ്. ഒരു കാലത്ത് കേണൽ ഗദ്ദാഫി ലിബിയയുടെ നേതാവ്, പിന്നീട് സദ്ദാം ഹുസൈൻ്റെ പോരാട്ടങ്ങൾ, അത് വിഖ്യാതമായ പോരാട്ടമാണ്. ഗൾഫ് യുദ്ധം, കുവൈറ്റ് യുദ്ധവുമായി ബന്ധപ്പെട്ട ഒന്നാം ഗൾഫ് യുദ്ധം, രണ്ടാം ഗൾഫ് യുദ്ധം, ഇതെല്ലാം അമേരിക്കയും ഇറാഖും മുഖാമുഖം വന്നു. അന്ന് ഇറാൻ മാറി നിന്നു. പക്ഷേ ഇപ്പോൾ ഇറാഖിനെക്കുറിച്ച് കാര്യമായി ഒന്നും കേൾക്കുന്നില്ല. ഒരിടയ്ക്ക് ഇറാഖിനെക്കുറിച്ച് ഏറെ വാർത്തകളുണ്ടായിരുന്നു. ഇറാഖിലും സിറിയയിലുമായി തീവ്ര വിഭാഗമായ ISIS, ഇസ്ലാമിക സ്റ്റേറ്റ് എന്ന് പറയുന്ന ISIS ഒരു ഭൂമി പിടിച്ചെടുത്തു. ഇറാഖിൻ്റെ ഭൂമിയുടെ ഏതാണ്ട് 1/3, സിറിയയുടെ ഭൂമിയുടെ 4/1 പിടിച്ചെടുത്ത് അവിടെ ഒരു ഖാലിഫേറ്റ് സ്ഥാപിച്ചു. അബൂബക്കർ അൽ ബഗ്ദാദിയുടെ നേതൃത്വത്തിൽ ഒരു ഖാലിഫേറ്റ് സ്ഥാപിച്ച് മുന്നോട്ട് പോയി. അത് അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ സഖ്യകക്ഷികളും, അത് നേറ്റോ ഫോഴ്സുകളും ചേർന്ന് അത് തകർത്തു. അതിനുശേഷം ഇറാഖിൻ്റെ ഒരു അന്തരീക്ഷം വളരെ കുഴഞ്ഞു മറിഞ്ഞ ഒരു അന്തരീക്ഷമാണ്. അവിടെ പല ആളുകൾ, ഭരണമാറ്റങ്ങൾ ഉണ്ടായി. പക്ഷേ ഇറാൻ കൺട്രോൾ ചെയ്യുന്ന 10-ലധികം ഗ്രൂപ്പുകൾ അവിടെയുണ്ട്. അത് ഷിയ ഗ്രൂപ്പുകളാണ്. ഇറാഖ് ഒരു ഷിയ രാജ്യമാണ്, ഭൂരിപക്ഷ ഷിയ രാജ്യമാണ് എന്ന ഒരു കാര്യം അധികം പേർക്ക് അറിയില്ലായിരുന്നു. കാരണം ഇറാഖിൻ്റെ ഭരണകൂടം വർഷങ്ങളായി സുന്നി വിഭാഗത്തിൽപ്പെടുന്ന സദ്ദാം ഹുസൈൻ്റെ തിക്രതിയിൽ നിന്നുള്ള സദ്ദാം ഹുസൈൻ്റെ കൺട്രോളിലായിരുന്നത് കൊണ്ട് പലപ്പോഴും അറബ് ലോകത്തെ ഒരു സുന്നി രാജ്യമാണ് ഇറാഖ് എന്ന ഒരു ചിന്ത പലർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. 60% ഷിയകളാണ്. തെക്കൻ പ്രദേശം ബസ്രയിലൊക്കെ ഷിയകളുടെ നല്ല സാന്നിധ്യമുണ്ട്. അതുമാത്രമല്ല വടക്ക് പ്രദേശത്തെ ഖുർദുകൾക്കും ആധിപത്യമുള്ള ഒരു രാജ്യമാണ് ഇറാഖ്. ഇപ്പോൾ ഈ വീഡിയോയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഇറാഖിലെ ഇറാൻ അനുകൂല മിലിഷ്യകൾ, അതിനെ ഖത്തീബ് ഹിസ്ബുള്ള എന്ന് പറയുന്നൊരു വലിയ ഗ്രൂപ്പുണ്ട്. അത് നമ്മുടെ ഈ ലെബനനിൽ കാണുന്ന ഹിസ്ബുള്ളയെ പോലെ ഒരു ഇറാൻ അനുകൂല ഹിസ്ബുള്ള ഗ്രൂപ്പാണ്. അത് വളരെ ഡോമിനൻ്റ് ഗ്രൂപ്പുമാണ്. അതുപോലെ മറ്റ് 9 വ്യത്യസ്തമായ ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകളെല്ലാം തന്നെ ഇറാൻ അനുകൂലവും അമേരിക്ക വിരുദ്ധവുമായ നിലപാടാണ് എടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ യുദ്ധം കൊടുമ്പിരിക്കൊണ്ട് പശ്ചിമേഷ്യയിൽ നടക്കുമ്പോൾ ഇസ്രയേലും ഹമാസും തമ്മിലും, ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലും യുദ്ധം നടക്കുമ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും ഈ ഗ്രൂപ്പുകൾ, ഇറാഖിൽ കുടികൊള്ളുന്ന ഈ ഗ്രൂപ്പുകൾ അവരെ സഹായിച്ച ഒരു പാരമ്പര്യവുമുണ്ട്. പക്ഷേ കാര്യമായി യുദ്ധത്തിൽ ഏർപ്പെട്ടില്ല. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഏതാനും റൗണ്ട് ഓഫ് ഏറിയൽ അറ്റാക്ക് സംഭവിച്ചു എന്നത് സത്യമാണ്. ഇപ്പോഴിതാ ഈ ഗ്രൂപ്പുകൾ ആയുധം താഴെ വയ്ക്കുന്നു എന്ന ഒരു റിപ്പോർട്ട് റോയിറ്റേഴ്സ് എന്ന വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ അവരോട് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്, റോയിറ്റേഴ്സിൻ്റെ അഭിപ്രായത്തിൽ ഇറാൻ ഭരണകൂടം, പ്രത്യേകിച്ച് റവല്യൂഷണറി ഗാർഡ്സ്, ഇറാൻ്റെ IRGC എന്ന് പറയുന്ന ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോപ്സ്, ഇതാണ് ഉന്നത എലീറ്റ് സൈന്യ വിഭാഗം. അവർ ഇറാൻ്റെ വിപ്ലവത്തെ സംരക്ഷിക്കാനായി 1979 ഇസ്ലാമിക് റവല്യൂഷനെയും ഇറാൻ്റെ ഒരു സാംസ്കാരിക തനിമയെയും പാശ്ചാത്യ അധിനിവേശത്തിൽ നിന്നും രക്ഷിക്കാൻ കൂടി ഉള്ള ഒരു സംരക്ഷക സൈന്യമെന്നാണ് അവർ IRGCയെ പറയുന്നത്. IRGC ആണ് വിദേശ ഓപ്പറേഷൻസിൻ്റെ എല്ലാം. അത് ഇറാൻ സൈന്യം വേറെയുണ്ട്, പക്ഷേ IRGC ഒരു എലീറ്റ് മിലിറ്ററി ഫോഴ്സാണ്. IRGCയുടെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഈ ഗ്രൂപ്പുകളോട് IRGC തന്നെ പറഞ്ഞിരിക്കുകയാണ്, തൽക്കാലം നിങ്ങൾ മാളങ്ങളിൽ ഒളിച്ചോളൂ, ആയുധങ്ങൾ താഴെ വെച്ചോളൂ, തൽക്കാലം നിങ്ങൾ ഒതുങ്ങിയിരുന്നോളൂ. കാരണം അവർക്ക് രഹസ്യ വിവരം ലഭിച്ചിരിക്കുന്നു. ഒരുപക്ഷെ വലിയ പടപ്പുറപ്പാടുകളിൽ ഇറാനെ ആക്രമിക്കാനാണ് എന്ന രീതിയിൽ വന്ന പടപ്പുറപ്പാടുകൾ ഒരു വശത്ത് നിൽക്കുന്നു. പക്ഷേ ആദ്യ ആക്രമണം ഒരുപക്ഷെ സംഭവിക്കാൻ സാധ്യത ഇറാഖിലായിരിക്കും. ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇറാഖിലെ മിലിഷ്യകളെ വകവരുത്തുക. അതുകൊണ്ട് അമേരിക്കയുടെ സ്ട്രാറ്റജി യമനിലെ ഹൂതികൾക്കെതിരെ, ഇറാഖിലെ ഷിയ മിലിഷ്യകൾക്കെതിരെ, അതുപോലെ ഹിസ്ബുള്ളയ്ക്കെതിരെ, ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കെതിരെ എല്ലാം ആക്രമണം കടുപ്പിച്ച് ഇറാൻ്റെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിനെ പൂർണ്ണമായി നിർവീര്യമാക്കാനുള്ള അമേരിക്കൻ പദ്ധതി ഇറാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് ആരും പ്രതീക്ഷിക്കുന്നില്ല ഇപ്പോൾ ഇറാഖിൽ ഒരു അമേരിക്കൻ ആക്രമണം നടക്കുമെന്ന്. പക്ഷേ അത് ഇറാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഗ്രൂപ്പുകൾ പെട്ടെന്ന് ഡിസ്മാൻറ്റിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പുകൾ പിരിച്ചുവിട്ടുമെന്നല്ല അർത്ഥം. ആ ഗ്രൂപ്പുകൾ ഇപ്പോൾ
തൽക്കാലത്തേക്ക് ആയുധങ്ങൾ ഉപേക്ഷിച്ച് അവർ സിവിലിയൻസിനിടയിൽ ലയിച്ചു ചേരാനുള്ള നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. നോക്കൂ, അമേരിക്കൻ സേനാ താവളങ്ങൾ ഇറാഖിലുണ്ട്, സിറിയയിലുമുണ്ട്. ഭരണകൂടം, അവരുടെ ഒരു സ്വതന്ത്ര ഭരണകൂടം നടക്കുകയാണ്. അപ്പം അവിടെ ആ അൽ സുഡാനി എന്ന് പറയുന്ന മുഹമ്മദ് ഷിയ അൽ സുഡാനി ആണ് ഇറാഖിൻ്റെ പ്രധാനമന്ത്രി. അപ്പം ഇറാഖിൻ്റെ പ്രധാനമന്ത്രിയൊക്കെ എത്രത്തോളം ശക്തനായ പ്രധാനമന്ത്രിയാണ് എന്നത് ഒരു കൗതുകകരമായ ചോദ്യമാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഇറാനെ പിണക്കാനും വയ്യ, അമേരിക്കയും പിണക്കാനാവില്ല. ആ ഒരു രീതിയിൽ ഒരു വല്ലാത്തൊരു അന്ധ്രാള അവസ്ഥയിലാണ് ഇറാഖിൻ്റെ ഇപ്പോഴത്തെ ഭരണകൂടം. അവിടുത്തെ ഷിയ ഭൂരിപക്ഷത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു കൊലീഷൻ സംവിധാനമാണ് ഏറെക്കാലമായി ഇറാഖിലെ ഭരണവ്യവസ്ഥ. ഇത് പൂർണ്ണമായി അട്ടിമറിക്കുന്നത് ആ പ്രദേശത്തിൻ്റെ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കും. വീണ്ടും ഒരിക്കൽ കൂടി ISISൻ്റെ കയ്യിലേക്ക്, അല്ലെങ്കിൽ തീവ്ര റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിലേക്ക് ആ രാജ്യം വഴുതി വീണാൽ തീർച്ചയായും അമേരിക്കയ്ക്ക് മുള്ളുകൊണ്ടെടുക്കാവുന്നതിനെ ഒരുപക്ഷെ JCB കൊണ്ടെടുക്കേണ്ടി വരും എന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് അമേരിക്കയും വളരെ കെയർഫുള്ളായിട്ട് തന്നെയാണ് നീങ്ങുന്നത്. അതുകൊണ്ട് ഈ വീഡിയോയിലൂടെ ഞാൻ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ച ഒരു ചിത്രമെന്ന് പറയുന്നത്, സമാന്തരമായി ഇപ്പോൾ അമേരിക്ക ഹൂതി, ഇസ്രയേൽ ഹമാസ്, അമേരിക്ക വേഴ്സസ് ഇറാൻ, ഈ ഒരു നറേറ്റീവുകളുടെ മധ്യേ ഇറാഖ് എന്ന രാജ്യത്തെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രക്രിയകളെക്കുറിച്ച് ഒരു കുറച്ചുകൂടെ തെളിവും മിഴിവുമുള്ള ചിത്രം നൽകുക എന്നത് മാത്രമായിരുന്നു ഈ വീഡിയോയുടെ ഉദ്ദേശം. താങ്ക് യു വെരി മച്ച്.